5 മിനിറ്റ് കൊണ്ട് എന്റെ ഈ മുഖം മാറ്റി അടിപൊളി മേക്കപ്പ് ചെയ്യാൻ പോയി. ജാൻമണി റെഡിയാണോ? ദീപിക പടുക്കോൺ, ജിനീലിയ, സുസ്മിത സെൻ, പിന്നെ നമ്മുടെ മഞ്ജു ചേച്ചി, അമല പോൾ, ഇവരെല്ലാം ചെയ്ത വ്യക്തിയാണ് അജി വർഗീസിനെ ചെയ്യുന്നേ. അതെ. ഓ നിങ്ങൾ സൂപ്പർ സ്റ്റാർ. കേരളത്തിൽ ഫസ്റ്റ് ട്രാൻസ് കമ്മ്യൂണിറ്റി വന്നത് ജാൻമണി. കാരണം എല്ലാവരും അവിടെ ഹൈഡ് ആയിട്ട് പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞത് ജാൻമണിയാണോ? ജാൻമണിയാണ്. അപ്പൊ ആ കാലഘട്ടം സർജറി ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ബോംബെയിൽ ചെയ്യുന്നത്, കേരളത്തിലല്ല. അന്നൊക്കെ എത്രയായിരുന്നു പേയ്മെന്റ് ചെയ്യണേല്? 7-8 lakhs. 8 ലക്ഷം രൂപ ആ കാലഘട്ടത്തിൽ. ഇന്നത് ഇപ്പൊ കുറവായി, ഈസിയായി. പ്രണയം തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ? ആ ഒരു വ്യക്തി എവിടെയോ കാത്തിരിപ്പുണ്ട്. കുറെ വർഷമായി. എത്ര വർഷം പ്രണയം കണ്ടിന്യൂ ആയിട്ട് പോയി ജാൻമണിയുടെ? 8 വർഷം. 8 വർഷം പ്രണയിച്ചു. ആണക്ക് എല്ലാം കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരു കുട്ടി കൊടുക്കണ്ടേ? ആ കുട്ടി കൊടുക്കാത്തതിന്റെ പേരിലാണ് ബ്രേക്കപ്പ് ആയത്. അത് തരാൻ പറ്റില്ലെങ്കിൽ എവറിത്തിങ് ഈസ് വേസ്റ്റ്. ബിഗ് ബോസ് ഹൗസിൽ ജാൻമണി ഇത്രയും ജെന്യൂൻ ആണെങ്കിലും ചില സമയങ്ങളിലൊക്കെ ജാൻമണി അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഓവറായിട്ട് കരയുന്നു, തല കറങ്ങി വീഴുന്നു, അതൊക്കെ ഉള്ളതാണ്. അല്ല, ഞാൻ എങ്ങനെയാണോ അതിനെ ഞാൻ പറയാം, ഞാൻ ജാൻമണി ദാസ്. എനിക്ക് ഈ ഫേക്ക് തിങ്സ് കാണിക്കാൻ എനിക്ക് ഒരിക്കലും ആവശ്യമില്ല. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ജാൻമണിയുടെ ജീവിതത്തിലോട്ട് ഇനി കടന്നു വന്ന ബിഗ് ബോസിന്റെ ജാൻമണിയെ നമ്മൾ അറിഞ്ഞു. ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ ഒരുപാട് വേദനകൾ സഹിച്ച് ഒരുപാട് സ്ഥലത്തു നിന്ന് തള്ളപ്പെട്ട് വന്നൊരു വ്യക്തിയാണല്ലോ. എന്തോ അതിനെപ്പറ്റി പറയാനുള്ളത്? ദാറ്റ് ഈസ് ലൈഫ്. ലൈഫ് ആരിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഐ എം വെരി ലക്കി. ഞാൻ ഭയങ്കര സത്യം പറയില്ല, എൻ്റെ ലാക്കാണ്. എനിക്ക് എൻ്റെ ഫാമിലി, ഭയങ്കര ക്ലോസ് ഫാമിലി എനിക്ക് കിട്ടി. എൻ്റെ അനിയൻ്റെ മാറി 2 പേര് ഭയങ്കര പോസിറ്റീവാണ്. എൻ്റെ അനിയന്. സോ എനിക്ക് ആ രീതിയിലേക്ക് എനിക്ക് പിന്നെ കേരളത്തിൽ വന്നിട്ട് എനിക്ക് ഒരു നല്ല സഹോദരൻ ബബ്ബിയുണ്ട്, രഞ്ജിനി ചേച്ചി പറഞ്ഞില്ല, എൻ്റെ ചേച്ചി രഞ്ജിനി ഹരിദാസ്. സോ ചേച്ചി എൻ്റെ എല്ലാം തെറ്റുകൾ ചേച്ചി എനിക്ക് കാണിച്ചു കൊടുക്കും, ചീത്ത പറയും. സോ അതേ റീസൺ ആണ് എനിക്ക് ചേച്ചിയോട് ഭയങ്കര ക്ലോസ് ആണ്. മഞ്ജു ചേച്ചി എൻ്റെ ഭയങ്കര ക്ലോസ്. ജാൻമണിയുടെ തുടക്ക സമയം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വീട്ടുകാരൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ ജാൻമണിയെ? ഇല്ല. അപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോഴാണ്? ലൈഫിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിലെ ഒരു ഒറ്റപ്പെടലുണ്ട് എല്ലാ മനുഷ്യർക്കും. എന്നാലും ജാൻമണി ചെയ്ത സ്ട്രഗിളുകൾ എന്തൊക്കെയാ? കുറേ ഉണ്ട്. ഇത് പറഞ്ഞൊരു ഹിസ്റ്ററിയാണ്. എന്നാലും ഒന്ന് ഷോർട്ടാക്കി പറയാമോ? കുറേ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ പിന്നെ താമസിക്കുന്ന നമ്മൾ എല്ലാം കിട്ടും, പക്ഷേ ആ സ്നേഹം ഒരു നമ്മൾ പറയുന്നില്ല, ഒരു ലൈഫ് പാർട്ട്ണർ പറഞ്ഞിട്ട് നമുക്കൊരു ലൈഫിലെ നോട്ട് ഓൺലി ലൈഫ് പാർട്ട്ണർ, നോട്ട് ബോയ് ഫ്രണ്ട് ഓർ ഹസ്ബൻഡ് ഓർ എനിത്തിങ്, പക്ഷേ ഒരു നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിൽ വീട്ടിലെ എല്ലാം ഫ്രണ്ട്സ് ഉണ്ടോ, പക്ഷെ എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടോ. സോ അതുക്കും മേലെ ഒരു റിലേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പണം പോലും കൊണ്ട് നേടാൻ പറ്റത്തില്ലല്ലേ സ്നേഹം? അതെ, അതൊരു കിട്ടില്ലാത്ത സാധനമാണ്. അതിൻ്റെ ബാക്കിൽ ഓടിയൊരു കാര്യമില്ല. ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയെ ജാൻമണി അല്ലേ? നേരെ നിൽക്കും, പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. ആ കമ്മ്യൂണിറ്റിയിൽ വന്നതിനെ പറ്റി ഒന്ന് നമ്മളൊന്ന് പങ്കുവെക്കാവോ? ഞാൻ 2010 വന്നിട്ട് ഭയങ്കര കുറച്ച് ആൾക്കാരെ ഉണ്ടായി. കാരണം ആ സമയത്ത് രഞ്ജുക്കെ ഞാൻ കണ്ട്, സൂര്യ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്, ഹാൻഡ് ആലു. സോ നമ്മളെല്ലാവരും ഭയങ്കര കുറവ് ആൾക്കാരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ഓപ്പൺ അപ്പ് ആയി. ഞാൻ കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടോ. ഇപ്പോൾ എത്ര ആൾക്കാരെ ഉണ്ടെങ്കിലും അന്ന് തുറന്നു പറച്ചിലില്ലായിരുന്നു. ഇല്ല, കാരണം ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഈ കേരളത്തിൽ വന്നത്. അത് ഡാലുക്കെ ചോദിക്കൂ, ആർട്ടിസ്റ്റ് കേരളത്തിൽ ഫസ്റ്റ് ട്രാൻസ് കമ്മ്യൂണിറ്റി വന്നത് ജാൻമണി. കാരണം എല്ലാവരും അവിടെ ഹൈഡ് ആയിട്ട് പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞത് ജാൻമണിയാണ്. സോ പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് ക്രെഡിറ്റ് താൻ ഞാൻ പറയില്ല. ആ ഫ്രം 2010 2024 ഇപ്പോൾ 14 വർഷം കരിയറായി. ഈ 14 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് 15 വർഷമായി ടോട്ടല്. 14 വർഷത്തിൽ ഹാഫ് ഓഫ് ലൈഫ് ആരോ ഉണ്ടായിട്ടില്ല, ഒറ്റയ്ക്കായിരുന്നു. കാരണം കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ല, ഫ്രണ്ട്സ് ഉള്ളൂ. അപ്പോൾ ഈ തുറന്നു പറയാൻ നേരത്ത് എന്ത് കാരണത്താണ് തുറന്നു പറഞ്ഞത്? ഉണ്ട് സൊസൈറ്റിക്ക്, പിന്നെ ആൾക്കാർ എക്സ്പെക്ടേഷൻ, അക്സെപ്റ്റൻസ്, ഈ സാധനങ്ങളും നമുക്ക് അത്രക്കുള്ളും ഉണ്ടോ അറിയത്തില്ല. പക്ഷേ ആ സ്ലോലി മാറി. പക്ഷേ താങ്ക്സ് ടു മലയാളീസ്, ബിക്കോസ് ഈ ഇന്ത്യയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ് ഇല്ല അത്ര എഡ്യൂക്കേറ്റഡ്, അത്ര എക്സ്പെക്ടേഷൻ ഉണ്ടോ, അത്ര അക്സെപ്റ്റൻസ് ഈ കേരളത്തിലുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് എഡ്യൂക്കേഷൻ. ബാക്കി കാര്യത്തിന് രണ്ടാണെങ്കിലും ഒരു ആവശ്യം വന്നാൽ കൂടും മലയാളി കൂടും. ഇപ്പം ഇതിൻ്റെ ആ കാലഘട്ടത്തിൽ പറഞ്ഞു ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് തുറന്നു പറഞ്ഞത്. അപ്പോൾ ആ കാലഘട്ടം സർജറി ഒക്കെ എങ്ങനെയായിരുന്നു?
ഓ ഇറ്റ്സ് നോട്ട് വെരി ഈസി. ആ നമ്മളുടെ ടൈമിൽ ഞാൻ ബോംബെയിൽ ചെയ്യുന്നത്, കേരളത്തിലല്ല. ബോംബെയിലെ ചെയ്തത്. അത് ഏത് കൊല്ലമായിരുന്നു? 2015-16 ആണ്. അപ്പൊ അമ്മക്ക് ഇതൊന്നും പുറലോകത്ത് അറിയത്തില്ലല്ലേ സർജറി? അത് നമ്മൾക്ക് ഇപ്പോൾ ഭയങ്കര ഈസി ആയി. 1 ടൈം വി ക്യാൻ ഫിനിഷ് ഇറ്റ് ഓഫ്. പക്ഷെ നമ്മളെ ടൈമിൽ 4-5 സർജറി. അന്നൊക്കെ എത്ര ആയിരുന്നു പേയ്മെന്റ് ചെയ്യണതിൽ? ലക്ഷങ്ങളായിരുന്നു. എന്നാലും എത്ര രൂപ വരും? 7-8 lakhs. 8 ലക്ഷം രൂപ ആ കാലഘട്ടത്തിൽ. ഇന്നത് ഇപ്പോൾ ഭയങ്കര കുറവായി, ഈസി ആയി. കാരണം മാറി, കുറെ ടെക്നിക്കൽ സൈഡ് മാറി. അതെ, മാറി. ഈ സർജറി ചെയ്യുമ്പോൾ ഞാൻ കാരണം ഇപ്പോൾ എനിക്ക് ഒരു സർജറി ഇപ്പോൾ ചെയ്തിട്ടില്ല. 1 more സർജറി ലെഫ്റ്റ്. 4 സർജറിയാണ്. എന്ത് സർജറിയാണ്? നമ്മളുടെ ടോട്ടൽ 4 സ്റ്റെപ്സ് ആണ്. ഓക്കെ. എനിക്ക് ലാസ്റ്റ് സ്റ്റെപ്സ് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ആ 4 ഘട്ടങ്ങൾ എന്തൊക്കെയാ ഒന്ന് പങ്കുവെക്കാവോ? നമുക്ക് ചെയ്യുന്ന സർജറികളുടെ ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. അതൊക്കെ എനിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു. സോ ദേർ ഇസ് ലൈക്ക് മെനി കൈൻഡ് ഓഫ് ലൈക്ക് ഇതുണ്ട്. നമുക്ക് നോൺ പെനൽ സർജറി ഉണ്ട്. നമുക്ക് ശരിക്കും നമ്മളുടെ യൂട്രസ് മാത്രം നമ്മൾ വെക്കില്ല. പക്ഷെ ബാക്കി ഇപ്പൊ എന്തൊക്കെ സർജറി കഴിഞ്ഞു? ഡൗൺ സർജറി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്ക് ഒരു one more സർജറി, സ്മോൾ സർജറി ഇസ് ദേർ. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ഓക്കെ. സോ എനിക്ക് ഞാൻ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാരണം എനിക്ക് റെസ്റ്റ് ആയിരിക്കും, പിന്നെ ജോലി ചെയ്യും, പിന്നെ കുറച്ച് ടൈം ഈ സമയം നോക്കി. കൊറോണ ടൈമിൽ ആക്ച്വലി ഉണ്ടായി. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും വന്ന് ബൂട്ടിക്കെല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസ് നോക്കാം. ഈ സർജറി ചെയ്യുന്ന സമയത്ത് പെയിൻ ഒരുപാട് ഉണ്ടായിരുന്നോ? പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ശരിയാണോ? നമുക്ക് മെഡിസിൻ മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാവും. പെട്ടെന്ന് ഇറിറ്റേറ്റിംഗ് ആയി പോകും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മെഡിസിൻ. നമുക്ക് വേറെ ഒന്നും ഇല്ലാതെ. ഇപ്പം ജാൻമണി പറഞ്ഞു എല്ലാ മനുഷ്യർക്കും സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, വിഷമമുണ്ട്. പക്ഷേ ജാൻമണി ഒരുപാട് വേദനകൾ സഹിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഉറങ്ങാൻ പറ്റാത്ത ഒരു രാത്രിയിലും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ? കുറേ. അങ്ങനെയാണ് ഒരു ഓർമ്മ പങ്കുവെക്കാവോ? ഉറക്കം ലൈഫിലെ കുറേ ടൈം മുന്നേ പോയി. ഇപ്പം ജാൻമണി സംസാരിക്കുമ്പം പോലും ഉണ്ടല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞ കൈ നിൽക്കത്തില്ല. അത്രമേൽ വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ജാൻമണിക്ക് അത് പറയാം. ഉറക്കം നമ്മൾ എല്ലാം രാത്രി ലൈക്ക് ശരിയൊരു എക്സാമ്പിൾ ഞാൻ പറയും. നമ്മളിപ്പോൾ നോർമൽ ഫാമിലി ഉണ്ടെങ്കിൽ വീട്ടിൽ ആൾക്കാരി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പോയിട്ട് സംസാരിക്കാം. പക്ഷെ നമ്മളുടെ ലൈഫിൽ പറഞ്ഞില്ല എല്ലാം ഉണ്ട്. നമ്മളുടെ എല്ലാം ഉണ്ട് ലൈഫിൽ. നമ്മൾ ഈ ഡോറ് ഓപ്പൺ ആക്കി വീട്ടിലെ ബാഗ് വച്ചിട്ട് കുറച്ച് ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലേ, ആ ടൈമിൽ നമ്മളുടെ കൂടെ ആരോ ഉണ്ടാവില്ല. ലാസ്റ്റ് ടൈം എനിക്ക് ഒത്തിരി വിഷം വന്ന് എനിക്ക് നല്ല പനിയുണ്ടായി, ഫീവർ ഉണ്ടായി. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മേടിക്കുന്ന വേണ്ടി ഞാൻ ഫ്രീജിൽ ലൈക്ക് നടക്കുന്ന ഫ്രീജിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ പേടിയേ ഉള്ളൂ, നമുക്ക് മരിച്ചു പോയി ഉണ്ടെങ്കിൽ ആരോ വിളിക്കില്ല, ആരോ അറിവില്ല, അറിവില്ലല്ലോ. കാരണം ഉണ്ടോ ആല് ഫോൺ എടുക്കില്ല. ഈ സാധനങ്ങളും കുറച്ച് പേടിയുണ്ട്. അതിന് ഉറക്കാൻ നമുക്ക് കുറച്ച് പോകും നമ്മളുടെ. കാരണം ലൈഫിൽ എന്താ ഉണ്ടോ വീട്ടിൽ കയറി കഴിഞ്ഞിട്ടില്ല. പിന്നെ ലൈഫ് ഈസ് വെരി. അതായത് ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ജാൻമണി നല്ല രീതിയിൽ. അപ്പോൾ ആരെങ്കിലും കൂടെ നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരു വിഷമമുള്ളൂ. എനിക്ക് ചിലപ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ ആളെ കൂടെ ഉണ്ടെങ്കിൽ ആ ആളുടെ ഫാമിലി ഉണ്ടാവും. ആളുടെ ഫാമിലി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ആൾക്ക് എൻ്റെ വേണ്ടി ഒരു സൊസൈറ്റിയിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ ഓരോ ദിവസം മനസ്സിൽ ഞാൻ ഇങ്ങനെ പോയി. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് എനിക്ക് ഒരു ആളുടെ ഇഫ് ഐ ലവ് സമ്മൺ. പ്രണയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രണയം തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ? ആ ഒരു വ്യക്തി എവിടെയോ കാത്തിരിപ്പുണ്ട്. കുറേ വർഷമായി പ്രണയമുണ്ട്. അല്ല, ആളുടെ കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ ആളുടെ അതെങ്ങനെ സഹിച്ചത്, ഉൾക്കൊണ്ടത് മനസ്സിൽ? ഇത്രയും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ജാൻമണി എന്തുവെന്നറിയാവോ, ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, പക്ഷെ അവരെല്ലാം കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ട്. ജാൻമണി അവരുടെ ജെന്യുവനായിട്ട് നിന്നിട്ടേ ഉള്ളൂ. അല്ല, എനിക്ക് ഫ്രണ്ട്സ് പറയില്ല. എനിക്ക് അത്ര ബീച്ചിങ് നമ്മളെല്ലാവരും ചെയ്യും, പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ആരും എന്നെ ചീറ്റിങ് ചെയ്തിട്ടില്ല ലൈഫിൽ. പിന്നെ ചീറ്റ് ചെയ്തത് ആരായിരിക്കും? ചീറ്റിങ് പറഞ്ഞിട്ട് എനിക്ക് ആരോ ചെയ്തിട്ടില്ല. എല്ലാവരും ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലേ കുറേ വർഷം ഉണ്ടായി ഒരു ആള് ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതമാണ്, അവരുടെ ഫാമിലിയാണ്. ഞാൻ സെൽഫീസ് ആണ് എനിക്ക് ഇഷ്ടമില്ല. എത്ര വർഷം പ്രണയം കണ്ടിന്യൂ ആയിട്ട് പോയി ജാൻമണിയുടെ? 8 വർഷം. 8 വർഷം പ്രണയിച്ചു.
എന്നിട്ട് നിസ്സാരമായിട്ട് ആൾ പോയി. അല്ല, അത് 2011 സ്റ്റാർട്ട് ചെയ്ത് 2018 നമുക്ക് ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടായി. മ്യൂച്വലി ലൈക്ക് ഓൺലി സണ്ണും എൻ്റെ സിസ്റ്റർ ഉണ്ടോ. പിന്നെ എനിക്ക് എന്നെ കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ഓക്കെ പോട്ടെ, ബെറ്റർ സി വിൽ ഗെറ്റ് ബെറ്റർ ഗേൾ ദൻ മീ. ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കരുത്. നമ്മളെ ഒരു ആണിക്ക് എല്ലാം കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരു കുട്ടി കൊടുക്കണ്ടേ. സോ അത് തരാൻ പറ്റില്ലെങ്കിൽ എവറിത്തിങ് ഈസ് വേസ്റ്റ്. ഐ തിങ്ക് ആ കുട്ടി കൊടുക്കാത്തതിൻ്റെ പേരിലാണോ ബ്രേക്കപ്പ് ആയത്? എനിക്ക് തോന്നി. അപ്പോൾ ആ പ്രണയിച്ച വ്യക്തിക്ക് ഇത് ആദ്യമേ അറിയത്തില്ലായിരുന്നോ? അല്ല, അവനിക്കറിയാം, പക്ഷെ ആൾക്കൊരു ടൈം പാസ് ആയിരുന്നോ? അല്ല, ജെന്യുവൻ ആയിരുന്നുള്ള സമയത്ത് ഭയങ്കര ജെന്യുവൻ ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് അല്ല, അതാ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല ആൾക്ക്, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി ഇതാണ് കാരണം. എനിക്ക് തോന്നി ഞാൻ തരാൻ പറ്റില്ല. വൈ ഷുഡ് ഐ ഹാവ് ടു ഹോൾഡ് ദാറ്റ് പേഴ്സൺ? അതായത് ആള് ചിന്തിച്ചത് ജാൻമണി ചിന്തിച്ചു, പക്ഷെ ആള് ജാൻമണിയോട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാനും ആൾക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ കുറച്ച് ബാക്ക് ഓഫ് ആയി തുടങ്ങി. പിന്നെ ഞാൻ ഓക്കെ പോട്ടെ, ബിക്കോസ് എനിക്കറിയാം നാളെ മറ്റുള്ള ഇത് ഇന്നേ ഇല്ലെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ട് ഓരോ ദിവസം ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിന്റെ വേണ്ടി എൻ്റെ ലൈഫ് പോയി പറഞ്ഞിട്ട് തീരുന്നല്ലേ. ആ വാക്ക് എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല. ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നശിക്കല്ലേ. അതെ, ബ്രേക്കപ്പ് ആയതിന് മനസ്സിൽ സ്നേഹമുണ്ടല്ലോ, അത്ര മതി. ബ്രേക്കപ്പ് ആയതിനു ശേഷം ജാൻമണിയുടെ ലൈഫിൽ നഷ്ടമായ ചില കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നും ഇല്ല, ഞാൻ ഡൗൺ ആയി. പക്ഷേ അതെല്ലാവരും ഡൗൺ ആവും. അതെ, ഡൗൺ ആയി, അത് ദാറ്റ് ഈസ് നാച്ചുറൽ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ കാലം ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ആരും ഉണ്ടാക്കി തന്നതല്ല. അതെ, അല്ല. അത്രയുള്ളൂ. ജാൻമണി ഇത്രയും നേരം നമ്മോട് സംസാരിച്ചു. ഇതുപോലെ ജെന്യുവനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ഇല്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. ദാറ്റ് ഈസ് മൈ ലക്ക്, ദാറ്റ് ഈസ് മൈ അവാർഡ്. എനിക്ക് ഇതുവരെ സംസാരിച്ചതാണ് ഒറിജിനൽ ജാൻമണി. ദിസ് ഇസ് മീ. ഇതാണ് ബിഗ് ബോസിൽ നമ്മൾ കണ്ടത്. ഒരു മുഖംമൂടി ഒന്നുമില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തുവാ പ്ലാന്? അല്ല, എൻ്റെ സ്കൂളുണ്ടോ, അക്കാഡമി ഉണ്ടോ, മേക്കപ്പ് അക്കാഡമി ഉണ്ടോ. ഫസ്റ്റ് ബാച്ച് ഞാൻ പോകുന്ന മുന്നേ കഴിഞ്ഞ്, ഇപ്പൊ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ആക്കുന്ന പോകുന്നത്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഓബിയസ്ലി നമ്മുടെ എല്ലാവരും സപ്പോർട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടൂടെ പാടണം, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, ഇത് മഞ്ജു ചേച്ചിയുടെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഒരു രാത്രി കോതി വിധവാങ്കവേ ഒരു പാത്ത് മൂലി വെയിൽ വീരവേ പതിത്തിരന്നു നിരുകിൽ വരൂ അരകിന്തി തൂവ ലാരുണി. സംസാരിക്കുമ്പോൾ തിരിയാത്ത വ്യക്തിയല്ല കേട്ടോ, പാടുമ്പോൾ വ്യക്തമായിട്ട് തിരിയുന്നുണ്ട്. ജിൻഡോയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജാൻമണിയുടെ മനസ്സിൽ ഓടി വരുന്നൊരു സിറ്റുവേഷൻ എന്തോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും? ജിൻസിയുടെ ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ ജിൻസിനെ വിളിക്കാം, വാ ജാൻ വാ നമുക്കൊരു സിഗരറ്റ് വിളിക്കാം. പിന്നെ കുറേ പറയും, ഞാൻ കുറേ പറയും ജിൻസിൻ്റെ കയ്യിലേക്ക് പോകുന്ന സാധനം പിന്നെ തെറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും കച്ചിന ഫൈറ്റിങ് ഞാൻ മുഖത്തിൽ നോക്കി പറയും. എൻ്റെ ദേഷ്യമുള്ള ഞാൻ അപ്പോഴത്തെ 5 മിനിറ്റിൽ തീരും. എനിക്ക് പിരിച്ചിട്ട് ഹൈച്ചതിന് എനിക്ക് കാര്യമില്ല. അതും ആരോട് പറയാതെ വേറൊരു പരദൂഷണ പരിപാടിയും ഇല്ല, മുഖത്തടിച്ച് പറയും. മുഖത്തടിച്ച് പറയും. ഇപ്പം ജിൻഡോടെ പറഞ്ഞു വിഷമം വരുമ്പം ജാൻമണിയെ വിളിച്ചോണ്ട് പോയി ഒരു സിഗരറ്റ് വലിക്കും. ഒരു കോമഡി സിറ്റുവേഷൻ എന്തുവായിരുന്നു ജിൻഡോടെ ഓർമ്മ വരുന്നേ? കോമഡി സിറ്റുവേഷന് നമ്മൾ ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് രാത്രി ഞാൻ അതേപോലെ അർജുൻ ഉണ്ടായി പവർ ടീമിൽ, ഞാൻ ക്യാപ്റ്റന്. സർ നമ്മൾ ഏപ്രിൽ ഫുൾ ആക്കാൻ എങ്ങനെ ആക്കാം? ഞാൻ പറഞ്ഞ നാളെ എന്താ പറയുന്നത്, നമുക്ക് മോർണിംഗ് രാത്രി നമ്മളെ ഭയങ്കര ബഹളമാക്കി. ഞാൻ അപ്സര ഭയങ്കര ജാനിച്ചിച്ച് അങ്ങനെ അല്ല. ഞാൻ പറഞ്ഞ നീ പോയിക്കടി മല, ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ പവർ ടീമിൽ വന്നിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ടെൻഷന്. ജാൻമണിക്ക് എൻ്റെ പറ്റി പറഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങി. ഞാനൊരു 5 മണിക്ക് ആ ടൈമിൽ അർജുനക്ക് വിളിച്ച് ഞാൻ പറഞ്ഞ ആ ടൈമായി പറഞ്ഞിട്ട് പോയിട്ട് ചോദിച്ച് ബിഗ് ബോസിൻ്റെ ക്യാമറ, ബിഗ് ബോസ് ഞാനും വിളിച്ച് കളിച്ചിട്ട് പോട്ടെ ക്യാമറ അങ്ങനെ കാണിച്ച് ആ പോയിക്കോ. അർജുന എനിക്ക് കിച്ചണിൻ്റെ ഡോയറെ ഓപ്പണാക്കി അവരെ കയറ്റി കൊടുത്ത് ഒരു വെള്ളം ഓരോ ബോട്ടിൽ വെള്ളം ഒരു മിക്സഡ് ബോട്ടിൽ ഇതാ കഴിച്ചിട്ട് ഇരിക്കുന്ന പോലെ ഞാൻ കുറച്ച് ഓരോ മണിക്കൂർ കഴിഞ്ഞ് ആടെ വന്നിട്ടില്ല. വെത്തനെ കുഴിച്ച് കഴിഞ്ഞിട്ട് യമുന ചേച്ചി വന്നിട്ട് പ്രശ്നമൊക്കെ അർജുന പറഞ്ഞ് എനിക്കറിയില്ല, അപ്സര എല്ലാവരും പോയിട്ടൊക്കെ പറഞ്ഞ് പോയി എന്താ ബാഗില്ല. ജിൻറ്റു വെച്ചിട്ട് എനിക്ക് പറഞ്ഞ് എൻ്റെ പറ്റി ചോദിച്ചു. ജാൻമണി ഇല്ല പറഞ്ഞു. ജാൻമണി ഇല്ല. ജിൻറ്റു വെച്ചിട്ട് ഉള്ളിലേക്ക് പോയിട്ട് ബാഗ് കണ്ട് ബാഗില്ല. ഞാൻ ബാഗ് ഡ്രസ്സിങ് ടേബിളിൻ്റെ ആ ലോക്ക് താഴെ ഡോയറിൽ വെച്ചിട്ട് ഒന്നുമില്ല. അവിടെ എന്താ പോയി രാത്രി കൺഫെഷൻ റൂമിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടോ ജാൻമണി 2-3 ടൈമിൽ. പിന്നെ ഈ മോർണിംഗ് ടൈമിൽ വിളിച്ചിട്ട് തിരിച്ച് വന്നിട്ടില്ല. ബാഗ് ചോദിച്ചിട്ട് അവരുടെ ബാഗ് കൊണ്ടുപോയി ജിൻറ്റു വെച്ചിട്ട് അവരുടെ കറനെ തുടങ്ങി.
ഞാൻ വിശ്വസിച്ച് ജിൻറ്റു ചേട്ടൻ കാരണം ഋഷിയും ജിൻറ്റു ചേട്ടനും ഭയങ്കര കരയും. അതെ, രണ്ടുപേരെ കരയും. ഇപ്പൊ ജാൻമണി ഇങ്ങനെ സംസാരിക്കാൻ നേരത്തെ അതിൻ്റെ അകത്തുള്ള ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ജാൻമണി മനസ്സിലാവുന്നില്ല, ഒന്ന് മനസ്സിലാക്കി പറയാമോന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ അത് ഋഷി എപ്പോഴും പറയും എന്നാ എൻസിബൊക്കെ ചോദിക്കും. പിന്നെ എൻസിബ അത് സ്ലോലി മനസ്സിലാക്കി കൊടുക്കും. ആ വീട്ടിൽ ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്നത് 3 പേരൊക്കെ മനസ്സിലാവും, അപ്സര, എൻസിബ ആൻഡ് ജിൻറ്റു ചേട്ടൻ. അപ്പൊ ജാൻമണിയുടെ കഴിവ് നമ്മൾ ഇവിടെ തെളിയിക്കാൻ പോവാ. ജിൻഡോയെ ജാൻമണി ഒരുക്കി, ഇപ്പൊ ലൈവായിട്ട് എന്നെ ഒന്ന് ഒരുക്കണം. ആ പ്രൊഫഷണൽസ് ജാൻമണി എനിക്ക് കാണണം. റെഡി? ഓക്കെ. സാധനം 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ മുഖം മാറ്റി അടിപൊളി മേക്കപ്പ് ചെയ്യാൻ പോയി. ജാൻമണി റെഡിയാണോ? 5 മിനിറ്റ് സാധനം എൻ്റെ മേക്കപ്പ് കിറ്റ് ഒന്നുമില്ല. ജിൻറ്റു ചേട്ടൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ആൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം പറഞ്ഞ് ഒരു ചെറിയ റിക്വസ്റ്റ് ഞാൻ ചെയ്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാം. പെട്ടെ കുറച്ച് ചേഞ്ച് ആക്കി തരത്തെ. ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് മാറിന് പോയി. ആരും ഇപ്പൊ ചോദിക്കില്ല. ശരിക്കും ജാൻമണി എത്ര ഫേമസ് ആയിട്ടുള്ളവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് മേക്കപ്പ്? ഞാൻ 2006 മുതൽ ഞാൻ മേക്കപ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ദീപിക പടുക്കോൺ, ജിനീലിയ, സുസ്മിത സെൻ, എന്താ പറയുക, പിന്നെ നമ്മൾ മഞ്ജു ചേച്ചി, അമല പോൾ, ഇവരെല്ലാം ചെയ്ത വ്യക്തിയാണ് അജിം വർഗീസിനെ ചെയ്യുന്നേ. അതെ. ഓ നിങ്ങൾ സൂപ്പർ സ്റ്റാർ. അമല എൻ്റെ നമ്മളെ കരിയർ സ്റ്റാർട്ട് ടുഗെദർ. അമല പോൾ. ലിസി മാം എൻ്റെ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അമലാതെ ഫസ്റ്റ് ദൈവ തിരുമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, വിക്രം സർ. പിന്നെ മുപ്പടിതും കൽപ്പനിക്കൽ, എന്താ പറയുക, വേട്ടായി. ഈ മലയാള താരത്തെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? മഞ്ജു ചേച്ചിയെ കൂടി തൊട്ടിൽ എനിക്ക് 300 ആർട്ടിസ്റ്റാണ്. അനു സിതാര, മിയയുടെ ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാക്സിമം ആൾക്കാർ, മിയ, GPയുടെ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചെയ്ത് എന്നെ ചെയ്യുമ്പോൾ വ്യത്യാസം എന്തോ തോന്നിയേ? ഒന്നുമില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കാരണം എല്ലാവരും സെയിം മേക്കപ്പ് ചെയ്യുന്നാലും എനിക്ക് കുറച്ച് വെളുപ്പമുള്ളതുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടോ? മനസ്സിലായില്ല. എനിക്ക് കുറച്ച് കളർ ഉള്ളതുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ് മേക്കപ്പ്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കളർ വേണ്ടല്ലോ. വൈ ഈ വലിയ മൂക്ക് എങ്ങനെ ചെറുതാക്കുന്ന മേക്കപ്പിലൂടെ? ഞാൻ ജിൻഡോടെ ശ്രദ്ധിച്ചായിരുന്നു ഞാനത്. അതെന്തോ ഇടുന്നത്? അത് കോൺട്രിങ് നമുക്ക് നോർമലി കോൺട്രിങ് ചെയ്യില്ലേ? അപ്പൊ ജാൻമണി പറയുന്നത്, ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കും, സത്യം പറയുന്നത് എല്ലാ ക്യാമറ മുന്നേ, ഗേൾഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് പറയുന്ന ഉത്തരം ഉണ്ടായിരുന്നു, പോയി. എത്ര കള്ളത്തര പറയുന്നേ? അല്ല, ചോദിച്ചു. ക്യാമറയ്ക്ക് അറിയാം സത്യം, അത് കാണുന്ന നമുക്കറിയാം. അയ്യോ, ജാൻമണി ഞാൻ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അറിയോ? എൻ്റെ 8 വർഷമായിരുന്നു. ദൈവമേ, ലാസ്റ്റ് ആൾക്കാർ എൻ്റെ പേര് വെച്ചിട്ട് എന്നാലൊരു സത്യം പറയട്ടെ, ആ ഗേൾഫ്രണ്ട് ജാൻമണിയായിരുന്നു. എത്ര വർഷം പറഞ്ഞ് എത്ര വർഷം എനിക്ക് ഉണ്ടായി. ഇപ്പോൾ ഈ ആളല്ല, വേറെ ഒരു ആള്, ഈ ആൾക്ക് വേറെ ഒരു ആള്. പക്ഷെ ടൈം സെഗ്മെന്റ് സെയിം ആയി പോയി. ഈ ദീപിക പതുക്കോണ്ടൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴേ ഉണ്ടായ ഒരു സന്തോഷമൊക്കെ എന്തുവായിരുന്നു? ഞാൻ ഷോക്കായി പോയി. എനിക്ക് ഫസ്റ്റ് അറിയത്തില്ല. അപ്പൊ ഷോക്ക് ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങനെ പേടിച്ച് സ്വെറ്റിംഗ് ആയി. 1 സെക്കൻഡ്. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പേടി തോന്നിയ ആര് ചെയ്യാനായിരുന്നു? മേക്കപ്പ് തമ്മിലേക്ക് പേടി. എന്നാലും കണ്ടപ്പോൾ ഒരു അത്ഭുതവും ഞെട്ടലും എല്ലാം വന്നത്. മൈ ഫസ്റ്റ് ഡേ ഷൂട്ട് വിത്ത് ദാറ്റ് ലിസി മാം. ഞാൻ ഭയങ്കര പേടിച്ചു പോയി. പക്ഷെ she loves me and കല്യാണിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട്, കല്യാണി പ്രിയദർശൻ, കല്യാണിയും ലിസി മാമിന്റെ കൂടെ കല്യാണിന്റെ ഫസ്റ്റ് മേക്കപ്പ് ഞാൻ. സോ മോസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ് മേക്ക് ഓവർ ഞാൻ റിമി ചേച്ചി, ശ്വേത ചേച്ചി, പൂർണിമ ചേച്ചി, എന്താ പറയുക, മഞ്ജു ചേച്ചി. ഈ ആൾക്കാരിത് പറയണേ ഇപ്പം എത്ര വലിയ. ഞാൻ സീലാമ്മയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടോ? സിമ ചേച്ചി, രേഖ ചേച്ചി, അംബിക ആൻറ്റി, രാധ ആൻറ്റി, ഇവരോടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ. മണിരത്നത്തെ വൈഫ് സുഹാസിനി മാം. സോ എനിക്ക് കുറേ ആൾക്കാരുടെ കൂടെ എനിക്ക് നല്ല ഒരു റിലേഷൻ ഉണ്ടോ. ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്തുവാ? നമ്മൾ എങ്ങനെ ആൾക്ക് വി ഹാവ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ ബ്യൂട്ടിഫുൾ. ഇപ്പം നമ്മൾ കുളിച്ചില്ലെങ്കിലും മേക്കപ്പ് ഇട്ടാൽ കുഴപ്പമില്ല അല്ലേ? അതൊക്കെ കണ്ടെത്തേ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണത്തിന് ജാൻമണി ചെയ്തു തരും എനിക്ക് മേക്കപ്പ്? ഓഫ് കോഴ്സ് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും പേര് കള്ളത്തരം പറയില്ല, എല്ലാം സത്യമുണ്ട്. ഞാൻ തിരിച്ച് ക്യാമറയിലുണ്ട്. ക്യാമറ. അപ്പം എൻ്റെ കല്യാണത്തിന് ജാൻമണി എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും, വിശ്വസിക്കാം? ഉള്ളൂ. കുറച്ച് ലിപ്സ് പിങ്ക് ആക്കി തരാം. എങ്ങനെയുണ്ട്? മാറ്റമുണ്ടോ?
ഇതെന്തോ ഇപ്പം ഇടാൻ പോന്നേ? നല്ല രുചി. ഇത് ഏത് ഫ്ലേവറാ? ഫ്ലേവർ ഒന്നുമില്ല. ശരിക്കും ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. കാരണം ആരുടെ കൂടെ മേക്കപ്പ് ചെയ്തതെന്നല്ല, ചെയ്തത് ആരാന്നാ. ജാൻമണിക്ക് ഭാഗ്യം ചെയ്യാം. കാരണം അജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുവാന്ന് വെച്ചൊരു ഭാഗ്യമല്ലേ? അതെ, എന്നെ ചെയ്തതല്ലേ? അത് സത്യം. ഓരോ അതിനെല്ലാം ബ്രൈഡൊക്കെ പറയുന്നത് എപ്പോഴും ബ്രൈഡ് അത് ചോദിക്കും, വി ആർ സോ ലക്കി ഗോട്ട് യു. പക്ഷെ മെയിൻ കാര്യം ഓരോ ആളുടെ ഒരു നല്ല ടൈമിൽ ഒരു നല്ല ദിവസമിൽ നമുക്ക് വിളിക്കണമെന്നെങ്കിൽ അതാണ് നമ്മളുടെ ഭാഗ്യമാണ്. ആക്ച്വലി അത് വലിയൊരു സന്തോഷം തന്നെ. സന്തോഷമാണ്. കാരണം ആ ഇൻവിറ്റേഷൻ നമ്മൾ സിലക്ട് ചെയ്യുന്നല്ലേ ഈ ആൾക്ക് എനിക്ക് വേണം. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, എന്റെ കല്യാണത്തിന് ജാൻമണി ചെയ്യുന്നു. എക്ദം ഓക്കെ, എന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ടാസ്ക് വിജയിച്ചല്ലേ? ടാസ്ക് വിജയിച്ചു. നല്ലൊരു കൈയ്യടി. സോ നോക്കൂ, ഇപ്പൊ 8 വർഷത്തെ പ്രണയത്തിലെ 2 ആള് എങ്ങനെ ഇരിക്കുന്നത്. ഓരോ ആൾക്ക് മേക്കപ്പ് ആ സത്യകഥ അങ്ങ് പറഞ്ഞേക്കട്ടെ. പറയണോ? വേണം? പറയൂ. പറയൂ. 8 വർഷം പ്രണയിച്ച ആ വ്യക്തികള് ഞാനും ജാൻമണിയുമാണ്. ഇതില് ശരിക്കും ഞാൻ ബിഗ് ബോസിനോടൊരു കള്ളത്തരം പറഞ്ഞത്, എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. പക്ഷെ ജാൻമണിക്ക് കുശുമ്പായിരുന്നു, നീ പോകണ്ട ഞാൻ പോട്ടെ, നീ പോകണ്ട ഞാൻ പോട്ടെ. അങ്ങനെ ഞാനാണ് ജാൻമണിയെ ബിഗ് ബോസിലോട്ട് വിട്ടത് അല്ലേ? അതെ. അതിൽ സന്തോഷമുണ്ടോ? ഏറ്റവും നല്ല സന്തോഷം. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി, ഒരു നല്ല ആള് കിട്ടിയില്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. 8 വർഷം. അപ്പൊ ഞങ്ങൾ ഇത് നേരെ മൂന്നാർക്ക് പോവാം അല്ലേ? അല്ലേ? ബൈ. കല്യാണം മുന്നേ ഹണിമൂൺ. ബിഗ് ബോസ് ഹൗസിൽ ജാൻമണി ഇത്രയും ജെന്യൂൻ ആണെങ്കിലും ചില സമയങ്ങളിലൊക്കെ ജാൻമണി അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഓവറായിട്ട് കരയുന്നു, തല കറങ്ങി വീഴുന്നു, അതൊക്കെ ഉള്ളതാണ്. അല്ല, എനിക്ക് അഭിനയം ചെയ്യാൻ അറിയില്ല. തലകറങ്ങി വീഴുന്ന മീൻസ് നമ്മളുടെ ബോഡി അറിയല്ലോ, എത്ര മെഡിസിൻ സർജറി നമുക്ക് കുറേ എല്ലാ ദിവസം മെഡിസിൻ ഉണ്ടോ. സോ നമുക്ക് ചിലപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടോ, എനിക്ക് ഭയങ്കര പ്രഷർ വന്ന ടൈമിൽ എനിക്ക് ബോഡി താങ്ങില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബോഡി എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വീടിന് പോകും. പക്ഷെ അതിൻ്റെ അർജു പറഞ്ഞത് ഇതുപോലെ വീണു, അർജു പൊക്കി എടുത്ത് കട്ടിലെ കൊണ്ട് എറിയുമായിരുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അഭിനയമായിരുന്നോ എന്ന്. അർജുന് അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ പോലെ അല്ല. എനിക്ക് അപ്സര പറഞ്ഞ് ജാനു ആ ടൈമിൽ ഞാൻ അർജുൻ്റെ കൂടെ പെനങ്ങിയിരിക്കണേ. സോ അപ്സര എനിക്ക് വന്നിട്ട് പറഞ്ഞ് ജാനു പെനങ്ങണ്ട, അവനാണ് ഹോസ്പിറ്റൽ റൂമിൽ പോയിട്ടുണ്ട് പറഞ്ഞ്. ഞാൻ തിരിച്ച് എനിക്ക് പറഞ്ഞ് തന്നെ ഓടിപ്പോയിട്ട് അർജുനക്ക് സോറി അർജുൻ എനിക്ക് അറിയത്തില്ല പറഞ്ഞ് തന്നെ അവരെ കെട്ടിപ്പിടിച്ച് ഞാൻ താങ്ക്സ് പറഞ്ഞേ. അങ്ങനെ സോറി പറയാൻ വിട്ടുപോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞാൻ പറയില്ല, ലാലേട്ടനായിരിക്കും അല്ലേ? ലാലേട്ടന് മാത്രമേ ഉള്ളൂ. സോറി ലാലേട്ടൻ, ഞാൻ എന്തെങ്കിലും ലാലേട്ടനക്ക് ഹേർട്ട് ചെയ്യണമെങ്കിൽ ഐ എം റിയലി സോറി, ക്ഷമിക്കും എനിക്ക്. കാരണം ലാലേട്ടൻ എനിക്ക് എത്ര ഇഷ്ടമാണ്. സോ ലാലേട്ടനക്ക് ഹേർട്ട് ചെയ്യണമെങ്കിൽ ഐ എം റിയലി സോറി. പിന്നെ എനിക്ക് ആ ടൈമിൽ അർജുന് പറഞ്ഞിട്ട് എനിക്ക് അർജുന് മുന്നേ പറഞ്ഞ ഈ കാര്യം ഞാൻ തമാശ വിചാരിച്ചിട്ട് ഞാൻ അത് ഒരു റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് അർജുൻ പറഞ്ഞ ആളെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് റിയാക്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ അർജുൻ ലാലേട്ടന് മുന്നേ പറഞ്ഞിട്ട് എനിക്ക് ഒരു വിഷമം വന്നു. കാരണം എന്തെങ്കിലും കൊണ്ട് നമ്മോട് പറഞ്ഞിട്ട് അർജുനക്ക് കറക്റ്റ്ലി എന്നെ അറിയാം. നമ്മളുടെ എല്ലാവരും നമുക്ക് മാത്രം നമ്മളുടെ ബോഡി അറിയാം. കാരണം എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ടപ്പക്ക് വീണും. കാരണം എനിക്ക് മെന്റലി പ്രഷർ ഉണ്ടെങ്കിൽ എനിക്ക് ബോഡി താങ്ങില്ല, എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഹാർട്ട് ബീറ്റ് എത്ര ഫാസ്റ്റ് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ യമുന ചേച്ചി അതിന് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ, എൻസിബ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ. കാരണം ഞാൻ യമുന ചേച്ചി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫെയിൻ്റായി പോയി. സോ ആ കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയല്ല, അവൻ്റെ കോണ്ടന്റ് വേണ്ടി എനിക്ക് ആക്ടിങ് ചെയ്യാൻ ആവശ്യമില്ല. അതിനെ ഞാൻ പറയാം, ഞാൻ ജാൻമണി ദാസ്. എനിക്ക് ഈ ഫേക്ക് തിങ്സ് കാണിക്കാൻ എനിക്ക് ഒരിക്കലും ആവശ്യമില്ല. ഞാൻ ഫേക്ക് അല്ല. കാരണം എൻ്റെ അമ്മച്ചൻ എനിക്ക് ഒരു മുഖം കൊടുത്തേ, ദൈവം എനിക്ക് ഒരു മുഖം കൊടുത്തേ, എൻ്റെ അമ്മ അച്ഛൻ എനിക്ക് പഠിച്ചു കൊടുത്തിട്ടുണ്ടോ. എനിക്ക് ഫേക്ക് കണ്ടിട്ട് എനിക്ക് എന്താ 10 ലക്ഷം കിട്ടുമോ? എക്സ്ട്രാ കിട്ടില്ല. സോ വൈ ഷുഡ് ഐ ഹാവ് ടു ബി ഫേക്ക്? ഒരുപാട് ആളുകളെ ഓഡീഷൻ ചെയ്തിട്ടാണല്ലോ ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റുകളെ എടുക്കുന്നത്. ജാൻമണിയുടെ ഓഡീഷനും അല്ലെങ്കിൽ ജാൻമണി അതിൻ്റെ അകത്ത് കയറിയുള്ള കഥകളൊന്ന് പങ്കുവെക്കാമോ? എൻ്റെ കാരണം ഏഷ്യാനെറ്റ് എൻ്റെ എത്രയും ക്ലോസ് ആണ്. ഏഷ്യാനെറ്റ് എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് പോകാൻ ഒരു ആഗ്രഹമുണ്ടായി. കേരളത്തെ എങ്ങനെയാണ് ഫസ്റ്റ് സീസൺ ആയിരുന്നു ഇത്, അതോ നേരത്തെ? ഫസ്റ്റ് സീസൺ മുതൽ എനിക്ക് കയറാൻ ആഗ്രഹമുണ്ടായി. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, കിട്ടുകയും ചെയ്തു. ഈ വർഷം എനിക്ക് ഇന്റർവ്യൂവിനെ പോലെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് കോൾ വന്നു സംസാരിച്ച് ഒരു വീഡിയോ കോളിൽ എല്ലാവരുടെ കൂടെ സംസാരിച്ച്, ഒരു ദിവസം ഓഫീസിലെ വിളിച്ച് എല്ലാവരുടെ കൂടെ സംസാരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ടേ.
നിങ്ങളെ കോള് വിളിക്കുന്നു, ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സെലക്ട് ആവുന്നു, പിന്നീടുള്ള യാത്ര എങ്ങനെയാ? ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ ക്യാരവാനെ കയറ്റുന്നു, പിന്നെ ഒരു ഫോൺ മാറ്റി വെക്കുന്നു, ഇതൊക്കെ ഒന്ന് പങ്കുവെക്കാവോ? ഓ, ഫ്ലൈറ്റ് കയറി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ആരുടെ കൂടി കണക്ഷൻ ഇല്ല. നിങ്ങൾ ഇവിടുന്ന് കൊച്ചി കയറി അവിടെ ചെന്നാൽ ഒരു കണക്ഷനും ഇല്ല. ഒരു ഇറങ്ങി കാർഡ് പറഞ്ഞ് ഒരു സെഡോ നമ്മളുടെ കൂടെ ഉണ്ടാവും, ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. ആ ആള് മാത്രം എല്ലാം ചെയ്യും. നമുക്ക് എന്തെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ ആരുടെ കൂടെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഹോട്ടലിൽ കയറി ഡോറ് ക്ലോസ് ആയി നമ്മൾ മാത്രമേ ഉള്ളൂ ആ റൂമിൽ. ഒന്നുമില്ല, പുറത്തേക്ക് ഒരു കാര്യമേ ഇല്ല. ഈ ഫോൺ മാറ്റി വെക്കുന്നത് എപ്പോഴാ? കാരവാനിലെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കാരവാൻ ഉണ്ടോ? എല്ലാവർക്കും സിംഗിൾ കാരവാൻ. ആരോ നമുക്ക് എനിക്ക് കേരളം മുതൽ എനിക്ക് അറിയത്തില്ല ആരൊക്കെ ഉണ്ടോ. മൊത്തം ദിവസം ലൈക്ക് മോർണിംഗ് ഫോൺ എടുത്ത് എനിക്ക് ഞാൻ രാത്രി ഒരു 11 o'clock കയറി മേക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ആ റൂമിൽ എത്തിയിട്ട് എനിക്ക് നല്ല ലക്ഷ്മി ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ. ലക്ഷ്മി ചേച്ചി ഭയങ്കര എൻ്റെ ക്ലോസ് ആയി. കാരണം ചേച്ചിക്ക് എനിക്ക് കുറേ വർഷം മുന്നേ അറിയാം, എസെൻറ്റിൽ ജോലി ചെയ്യുന്ന ടൈം മുതൽ. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായി കുറേ മനസ്സ്. എനിക്ക് വിഷമം വന്നു, പെട്ടെന്ന് ഫോൺ പോയി. ഇപ്പൊ ആരുടെ കൂടെ സംസാരിക്കാൻ പറ്റില്ല അവസ്ഥയായി. അതെ, ഫോണിലെ ഒരു മനുഷ്യന്റെ എപ്പോഴും ഒരു സന്തോഷം. ഓക്കെ, എന്നിട്ട് ബിഗ് ബോസ് ഹൗസിന് കയറിയപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ എന്തുവായിരുന്നു? സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ടി വി കാണുന്ന പോലെ അല്ല, അത്രമേൽ സുഖം. വെരി ബ്യൂട്ടിഫുൾ, വെരി പോസിറ്റീവ്, വെരി ബ്യൂട്ടിഫുൾ. ഒരു കയറി കഴിഞ്ഞിട്ട് മീൻസ് ഒരു ഹെവൻ. സമയം അറിയത്തില്ല, പുറത്ത് നടക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല. നമ്മൾ മനസ്സമാധാനം എങ്ങനെ ഓക്കെ ആകുന്ന മൈൻഡ് കൊണ്ട്? അല്ല, ഞാൻ ബേസിക്കലി വീട്ടിൽ അങ്ങനെയാണ്. ഞാൻ ജോലിയിൽ വർക്കിലെ പോവും. രഞ്ജു ഭയങ്കര സോഷ്യലൈസ്ഡ് ആണ്. പക്ഷെ ഞാൻ എക്ദം അതിൻ്റെ ഓപ്പോസിറ്റ്. എനിക്ക് പുറകെ പോകുന്ന ഇഷ്ടമില്ല. എനിക്ക് എന്തെങ്കിലും വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പോവും, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് അത്ര പോകാറില്ല. പിന്നെ എന്താ പറയുക, എപ്പോഴും എൻ്റെ മെയിൻ ഡോർ ക്ലോസ്, ഫ്ലാറ്റിലെ ഡോർ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോലെ വരില്ല. മറ്റ് സീസണുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വീക്കെൻഡ് ആകുമ്പം ഡ്രസ്സുകൾ അയച്ചു വിടുമല്ലോ, നമുക്ക് വീട്ടിൽ നിന്ന് അയച്ചു വിടാമല്ലോ. അപ്പം പുള്ളിയുള്ള ഡ്രസ്സാണെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡാ, അല്ലെങ്കിൽ ഒറ്റ കളർ ഡ്രസ്സാണെങ്കിൽ പോസിറ്റീവ് ഷെയ്ഡാ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ പറയുന്ന ആളിൽ എങ്ങനെ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താ പറയുന്നത്, നോർമലി അങ്ങനെ ഒന്നുമില്ല. എൻ്റെ മൊത്തം ഡ്രസ്സ് എനിക്ക് കൊടുത്തു വിട്ടു. അത് എനിക്ക് അറിയത്തില്ല. എൻ്റെ മൊത്തം ഡ്രസ്സ് ആവശ്യത്തെ മൊത്തം ഞാൻ കൊണ്ടുപോയി ഉള്ളിലേക്ക്. പക്ഷെ വീക്കെൻഡ് ഡ്രസ്സ് ഞാൻ പറഞ്ഞ എല്ലാവരും ചോദിക്കുന്നൊരു ക്ലേശ ചോദ്യമാണെങ്കിലും ചോദിക്കുക, സ്ക്രിപ്റ്റഡ് ആണോ? എന്നോട് ഒരിക്കലും അല്ല. അപ്പോൾ ജാൻമണി, ഈ ഒരു പവറി ഉഷാറി തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, തകർത്തോ. താങ്ക് യു. അപ്പോൾ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും മുന്നോട്ടുള്ള ജീവിതത്തിൽ അടിച്ചുപൊളി ലൈഫായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.